ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മൻസിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത ആഴ്ച വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നമ്മുടെ രാജീവ് രണ്ടും കൽപ്പിച്ച് തന്നെ നമ്മുടെ സുധീഷിനെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നിധിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു രാജീവിൻ്റെ ലക്ഷ്യം. അപ്പോൾ അന്ന് കാറിൽ ഇരുന്ന് സുധീഷിൻ്റെ അടുത്ത് വിളിച്ചു, നീ കണ്ടോ, ഇന്നേക്ക് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ മകള് എൻ്റെ അടുത്തുണ്ടാകും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. പക്ഷേ സുധീഷ് അത് അത്ര വലിയ കാര്യമാക്കി എടുത്തില്ലെങ്കിലും ഹരീഷുമായിട്ട് സുധീഷ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. സുധീഷ് നേരെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹരീഷ് ചോദിക്കുന്നുണ്ടായി, സുധീഷ് ഏട്ടാ, ഇനി ശരിക്കും യഥാർത്ഥത്തിൽ ഇയാൾ എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഏട്ടത്തിനെ കൊണ്ടുപോകാനൊക്കെ നോക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ സുധീഷ് പറഞ്ഞു, അങ്ങനെ നിധിയെ വിളിച്ചാൽ നിധി പോകാനൊന്നും ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാളെ നല്ലപോലെ മനസ്സിലായ ആളാണ്. നിധിയുടെ സർട്ടിഫിക്കറ്റും എല്ലാം ആക്കി നിധി അവിടെ പിടിച്ചു വയ്ക്കാനും പിന്നെ ആ ഓസ്ട്രേലിയക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കിയതല്ലേ. അതുകൊണ്ട് ഇനി അവളത് എന്തായാലും അങ്ങോട്ട് പോണ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവരത് അങ്ങനെ സമാധാനപ്പെട്ടിരുന്ന സമയത്താണ് നമ്മുടെ രാജീവ് രംഗപ്രവേശനം ചെയ്യണത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ലൈക്കും ഹൈപ്പും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ രാജീവ് പല പ്ലാനുകളും പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് വരെയാണ് നമ്മുടെ നിധിയെ എങ്ങനെയെങ്കിലും രാജീവിൻ്റെ അടുത്തേക്ക് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് കരുതി. അങ്ങനെ കാറിൽ ഇവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരക്കി രാജീവ് വരെയാണ്. അപ്പോൾ വന്ന് നേരെ വീട് കൃത്യമായിട്ട് ചോദിച്ചു കൊടുക്കണം ആരുടെ നമ്മുടെ സുഭാഷിൻ്റെ അടുത്താണ്. അപ്പോൾ സുഭാഷ് വീടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഞാൻ ആ വീട്ടിലെയാണ്, അപ്പോൾ എൻ്റെ വീടെത്തി, അപ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞ് വീട് കാണിച്ചു കൊടുത്തു. അങ്ങനെ രാജീവ് തൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ് വന്നേക്കുന്ന ആ വീട്ടിലോട്ട് കയറി വരികയാണ്. അങ്ങനെ വീട് നോക്കിയപ്പോൾ വീട്ടിൽ കാറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഭാഷ് വിളിച്ചിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നിധിയെ വിളിക്കുകയാണ് സുഭാഷ്, അതെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ആ സമയത്താണ് ഇവർ സുഭാഷും രാജീവും വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മുടെ നിധി ഓടി വന്ന് നോക്കുമ്പോൾ ഒരു കാറ് നോക്കുമ്പം നിധിക്ക് അറിയാവുന്ന കാറാണ്. നോക്കുമ്പോൾ ആരാ, തൻ്റെ അച്ഛൻ അതാ വന്നിരിക്കുന്നു. നിധി അച്ഛാന്നും പറഞ്ഞ് ഓടിച്ചെല്ലാണ്. എല്ലാ കാര്യങ്ങളുമൊക്കെ മറന്നുമൊക്കെ പോയി. പഴയ ചെയ്ത സർട്ടിഫിക്കറ്റ് കത്തിച്ചതും അതൊന്നും നിധി ഓർക്കുന്നില്ല. അങ്ങനെ നിധി നേരെ അച്ഛാന്ന് പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യണം. അതുപോലെ രാജീവും കണ്ടപ്പോൾ കണ്ണങ്ങ് നിറയണം നിധിയെ കണ്ടപ്പോൾ. എൻ്റെ രാജീവ് ചുറ്റിനും നോക്കുകയാണ് കേട്ടോ, ആ വീടും പരിസരവും. എൻ്റെ മകള് കഴിഞ്ഞ വീടും എൻ്റെ മകള് രാജകുമാരിയെ പോലെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കാലിത്തൊഴുത്ത് പോലുള്ള വീട്ടിൽ എൻ്റെ മകള് കഴിയേണ്ടി വന്ന ഒരവസ്ഥ ഓർത്ത് രാജീവിന് ഉള്ളങ്ങ് പിടയ്ക്കുകയാണ്. പക്ഷേ ആ ഒരു ഇമോഷനൊന്നും രാജീവ് പുറത്ത് പ്രകടിപ്പിക്കാൻ നിന്നില്ല. അച്ഛൻ വാ അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞ് സുഭാഷും നിധിയും അതുപോലെ നമ്മുടെ ഭാസ്കരനുണ്ടായിരുന്നു. ഭാസ്കരൻ പെട്ടെന്ന് രാജീവ് ഇങ്ങനെ നിധിയുടെ അച്ഛനാണ്. അപ്പം ഭാസ്കറിൻ്റെ ഉള്ളിലൊരു തീ. കാര്യം എന്ന് വെച്ചാൽ എന്തോ പദ്ധതിയായിട്ടായിരിക്കും ഇയാൾ വന്നേക്കണത്. ഒന്നീ ഈ നിധിയെ കൊണ്ടുപോകാനായിരിക്കും എന്നൊക്കെ പല ചിന്തകൾ ഭാസ്കരൻ്റെ ഉള്ളിൽ പോവുകയാണ്. അപ്പോഴേക്ക് രാജീവിന് ഇരിക്കാനൊക്കെ ചെയറൊക്കെ ഇട്ട് കൊടുത്ത് അവരിരുത്തി എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് നിധി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അച്ഛാ ഇത് ഇന്ന ആളാണെന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ സുധീഷ് ഓട്ടം പോയിക്കുകയാണ്. രണ്ടാമത്തെ ആൾ വർക്ക്ഷോപ്പാണ്, വർക്ക്ഷോപ്പിൽ പോയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല എടുത്തോളാൻ പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ സുഭാഷ് എന്തോ കുടിക്കാനൊക്കെ പെട്ടെന്ന് എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറഞ്ഞു, നിധിയും സുധീഷും അവരെല്ലാവരും കൂടെ അകത്തി നിന്ന് പതുക്കെ രാജീവിനെ അവിടെ ഇരുത്തിയിട്ട് അച്ഛന് ഫുഡ് എന്തെങ്കിലും കൊടുക്കും. പക്ഷേ കൊടുത്താലും കഴിക്കൂലായിരിക്കും സുഭാഷ് ഏട്ടാ. കാരണം നിധിക്കറിയാം അന്ന് ഏട്ടത്തിൽ വന്നപ്പോൾ തന്നെ ആകെ ഒരു വിമ്മിഷ്ടവും. കാരണം വെച്ചാൽ അവരൊക്കെ ആ സാഹചര്യത്തിൽ വളർന്നതുകൊണ്ട് ഈ ഒരു വീടും അതിൻ്റെ കാഴ്ചപ്പാടും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിധി ഇതെല്ലാം പൊരുത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം ഏകദേശം ഒന്ന് സംസാരിച്ച് അവരെന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് രാജീവ് എഴുന്നേറ്റ് അടുക്കളയിലോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഫുഡ് തരണേനെ കുറിച്ച് ഓർത്തിട്ടാണോ നിങ്ങൾ
ഡിസ്കഷൻ നടത്തണേ? അല്ല അച്ഛൻ എന്താ തരേണ്ടേ? എന്താണെങ്കിലും കുഴപ്പമില്ല, എന്തായാലും ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോണുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുഭാഷിന് ഭയങ്കര സന്തോഷമാവേണം, നികേഷും അതുപോലെ നിധിക്ക് അതിനേക്കാളേറെ സന്തോഷമാവേണം. അങ്ങനെ സുഭാഷിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പം നിധി പറയുന്നുണ്ട് ഞങ്ങളുടെ അടിപൊളി കുക്കിങ്ങാണ് സുഭാഷ് ഏട്ടൻ്റെ, നല്ല ടേസ്റ്റാണ് അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. ഭാസ്കറിൻ്റെ ഉള്ളിലൊരു കത്തലുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സമയം നമ്മുടെ സുധീഷും ഹരീഷും കൂടെ വരെയാണ്. സുധീഷ് അകത്ത് കയറുമ്പോൾ സുധീഷ് വന്നപ്പോൾ ഒരു കാറ് കിടക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് അകത്ത് കയറി വന്നപ്പോൾ സുധീഷ് ഞെട്ടിത്തെറിക്കുകയാണ്. കാര്യം രാജീവ് സുധീഷിന് മനസ്സിലായി തന്നോട് വെല്ലുവിളിച്ചിട്ട് അയാൾ എന്തോ ഒരു ബുദ്ധിയായിട്ട്, കപട്ട ബുദ്ധിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടേന് നിധീനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹരീഷിൻ്റെ ഉള്ളിലും തോന്നി, കാരണം സുധീഷ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആകെ ടെൻഷനായിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഭാസ്കരൻ നിധിയോട് പറഞ്ഞായിരുന്നു മോൾ ഒരു ദിവസം വീട്ടിലോട്ട് വരണം എന്ന്. അപ്പം നിധിയുടെ മുഖം അങ്ങ് മാറുകയാണ് പെട്ടെന്ന്. കാരണം വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ പിടിച്ച് നിർത്താനൊക്കെ ഉള്ള പദ്ധതിയാണെന്ന് കരുതിയിട്ട്. അതെ, നീ മാത്രമല്ല കേട്ടോ, നമ്മുടെ മരുമകനെയും കൂടെ കൂട്ടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അപ്പോൾ ഭാസ്കറിനും സന്തോഷമായി, സുഭാഷിനും സന്തോഷമായി, നികേഷിനും സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സുധീഷും ഹരീഷും കൂടെ വരുന്നത്. അപ്പോൾ സുധീഷിൻ്റെ അടുത്ത് വന്ന കണ്ടപാടെ സുധീഷ് ഞെട്ടുകയാണ്, ഇയാൾ വന്നല്ലോ, എന്തായാലും ഇയാളെ ഉള്ളിൽ വിഷമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം സുധീഷിന് നന്നായിട്ട് അറിയാം. എന്നിട്ട് സുധീഷിനെ കണ്ടപാടെ തന്നെ നിധിയെ കാണിക്കാൻ വേണ്ടി കഴുത്ത് കേട്ട്, മരുമകനെ, അതെ, ഏതൊരച്ഛനും അമ്മയാണെങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിനൊക്കെ ദേഷ്യപ്പെടുകയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യും. അത് ഏതച്ഛനമ്മമാരാണെങ്കിലും മക്കളെ വളർത്തി ഒരു നിലയിലെത്തിച്ച് ഇന്നലെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ആരായാലും അങ്ങനെ ചെയ്യുള്ളൂ മോനെ, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ഊന്നിയൊന്ന് പറയണേ. അപ്പോൾ സുധീഷിൻ്റെ കാര്യം മനസ്സിലായി, ഇയാൾ രണ്ടും കൽപ്പിച്ചാണെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ ഫുഡൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഡൈനിങ് ടേബിൾ ഇല്ലല്ലോ കഴിക്കാനായിട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ എനിക്കും തന്നാൽ മതി, വാഴയിലെങ്കിൽ വാഴയില, എനിക്കതുപോലെ, എനിക്ക് യാതൊരു ഇഷ്ടക്കുറവും ഇല്ലയെന്ന് പറയും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ വാഴയിലയിൽ അവരൊക്കെ ഇരുന്ന് എല്ലാവരും നിധിയൊക്കെ ഇരുന്നു. അപ്പോൾ നിധി പറയും ഞങ്ങൾ പിന്നെ ഇരുന്നു, അച്ഛൻ കഴിക്കുന്നു പറഞ്ഞ് നന്നായിട്ട് വയറ് നിറയെ കഴിക്കുകയാണ് കേട്ടോ നമ്മുടെ രാജീവ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് രാജീവ് ഇരുന്നിട്ട് പറയും, അതെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി, മോളിപ്പോൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ അതോ നാളെ പോകാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കാം അച്ഛാന്ന് പറയാം. എങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എങ്ങോട്ടും വീട്ടിലോട്ട് പോകില്ല, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ വരികയാണെങ്കിൽ ഞാൻ എന്തായാലും നാളെ എൻ്റെ ഒപ്പം കൊണ്ടുപോകാം. ഇനിയിപ്പോൾ സുധീഷിന് ജോലി തിരക്ക് മറ്റുമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, സുധീഷ് ജോലിക്ക് പൊക്കോട്ടെ, എങ്കിൽ മോൾ എൻ്റെ കൂടെ വാന്ന് പറയാം. അപ്പോഴേക്ക് സുധീഷിന് മനസ്സിലായി ഇയാൾ നമ്പർ ഇട്ടതാണെന്ന്. സുധീഷ് വിട്ടുകൊടുത്തില്ല. സുധീഷ് പറഞ്ഞു, അതെ, അത് ഞാൻ വേണമെങ്കിൽ ഡ്രൈവറിനെ അവരെ വിളിച്ച് ഏജൻറ്റിനെ പറഞ്ഞോളാം, ഞങ്ങളുടെ ഏജൻറ്റ് ഇതിൽ വിളിച്ച് പറഞ്ഞോളാം, 2 ദിവസം ഞാൻ ലീവ് എടുത്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജീവിൻ്റെ മുഖം മാറി. സുധീഷ് വരാണ്ട് പതുക്കെ നിധീനെയും കൊണ്ട് പോകാമെന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ സുധീഷ് ബാഗൊക്കെ പാക്ക് ചെയ്ത് എല്ലാ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് രാജീവിന് കിടക്കാനായിട്ട് ഒരു പ്രത്യേക കട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ രാജീവ് അന്നേ ദിവസം അവിടെ കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവർ നമ്മുടെ നിധിയും അതുപോലെ നമ്മുടെ സുധീഷും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് യാത്രയാവുകയാണ്. പക്ഷേ നികേഷിനൊക്കെ ആകെ സങ്കടമാവുകയാണ്. കാര്യം വേറൊന്നുമല്ല, ഏട്ടത്തിൽ പോവാണല്ലോ, അത് ഓർത്തപ്പോഴത്തേക്ക് നികേഷിന് ഇനിയിപ്പോൾ ഇവിടെ നമ്മളോട് സംസാരിക്കാനും അല്ലെങ്കിൽ തമാശ പറയാനും ഒക്കെ ഇനി ആരാ ഉള്ളത് എന്ന് ഓർത്തിട്ട് ആകെ സങ്കടമാവുകയാണ് കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഒരാഴ്ചത്തെ കാര്യമില്ലേ ഉള്ളൂ, ഏട്ടനും ഒക്കെ വരും എന്നുള്ള രീതിയിൽ നികേഷിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞതും നമ്മുടെ നിധിയുടെ അമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ്. പക്ഷേ ഈ സുധീഷിനെ എവിടെയോ കിടക്കണവനെ ഇങ്ങനെ ഒഴിയേണ്ടി വന്നതോർത്തിട്ട് സത്യം പറഞ്ഞാൽ നിധിയുടെ അമ്മയ്ക്ക് ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ട്. എന്നാലും നിധിയുടെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. തൻ്റെ മകളെ തിരിച്ചു കൊണ്ടുവന്നല്ലോ, അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. രാജീവ് പോവുമെങ്കിലും മകളെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളത് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സുധീഷിനെയും അതുപോലെ നിധിയെയും ആരതിയൊക്കെ ഒഴിഞ്ഞകത്ത് കയറ്റുകയാണ്. അപ്പോൾ സുധീഷിനറിയാം എന്തായാലും രണ്ടും കൽപ്പിച്ച് എന്നെ താൻ ഇവിടെ നിൽക്കേണ്ടി വരും. അരുണിനാണെങ്കിൽ ആ സുധീഷിനെ കണ്ടു കഴിഞ്ഞപ്പം തൊട്ട് അങ്ങോട്ട് ദേഷ്യമാണ്. അവൻ നിൽക്കണം നിപ്പുണ്ടല്ലോ, കുപ്പത്തൊട്ടി കിടന്നവനാ.
ഞങ്ങളുടെ വീട്ടിൽ കാലെടുത്ത് വെക്കാനുള്ള യോഗ്യത ഇവനുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ അരുൺ അവനെ നോക്കിയാണ്. ആ നോട്ടത്തിൻ്റെ അർത്ഥം സുധീഷ് മനസ്സിൽ വായിച്ചു കൊടുത്തു. അങ്ങനെ നിധിയെ അകത്ത് കൊണ്ടുപോയി എന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. എന്നിട്ട് നിധിയുടെ മുന്നിൽ ഈ അരുണും നമ്മുടെ രാജീവും ഒക്കെ ഭയങ്കരമായിട്ട് ആക്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് നിധി പോയി കഴിയുമ്പം വെറും ഒരു വേലക്കാരൻ്റെ കൂടെ എങ്ങനെ പെരുമാറണോ ആ രീതിയിലൊക്കെയാണ് സുധീഷിൻ്റെ അടുത്ത് പെരുമാറുന്നത്. സുധീഷിന് മനസ്സിലായി ഇവർ എന്നെ ഇവിടെ ഇട്ടാ വള്ളി വലിപ്പിക്കും എന്നുള്ള കാര്യം സുധീഷിന് മനസ്സിലാവുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യം അങ്ങനെ ആയിപ്പോലെ. ഇനിയിപ്പോൾ താൻ ഇതെങ്ങനെ നിധിയുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ തന്നെയും നിധിക്കത് പ്രയാസം. 2 ദിവസം നല്ല രീതിയിൽ സന്തോഷമായിട്ട് നിൽക്കട്ടെ, താൻ കാരണം ആ സന്തോഷം കെടുത്തണ്ട. അങ്ങനെ നിധി അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് സുധീഷ് അവിടെ ഇരുന്നപ്പോൾ ഈ രാജീവും അരുണും കൂടെ ചേർന്നിട്ട് വിളിക്കുകയാണ് നമ്മുടെ സുധീഷിനെ. എന്നിട്ട് വിളിച്ചിട്ട് വയ്ക്കും, എടാ നീ ഞങ്ങളെ ഒപ്പം സെറ്റിൽ കയറി ഇരിക്കാറൊക്കെ ആയോടാ എന്നിങ്ങനെ അരുൺ ചോദിക്കുകയാണ്. നിന്നെ കണ്ടപ്പം തന്നെ വലിച്ച് കീറാനാണ് എനിക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അരുൺ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ സുധീഷിനൊന്നും മിണ്ടാനുള്ള വോയിസ് ഇല്ലല്ലോ. സുധീഷ് മിണ്ടാണ്ടിരുന്നു. അപ്പോൾ സുധീഷിന് മനസ്സിലായി നിധി വരുമ്പോൾ ഇവർ ഒരു ട്രാക്ക്, അല്ലാത്തപ്പം വേറൊരു ട്രാക്ക്. എന്തായാലും പോട്ടെ, നിധിയുടെ സന്തോഷം താനായിട്ട് ഇനി കെടുത്തി കളയില്ല എന്ന് കരുതി സുധീഷ് സഹിച്ചിരിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാണ്ടിരുന്നപ്പോഴൊക്കെ ഇവർക്കങ്ങോട്ട് ദേഷ്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിധി അടുത്തിരിക്കുകയാണല്ലോ, ഒന്നും മിണ്ടാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ അവർ അന്നത്തെ ദിവസം രാത്രി ആവുകയാണ്. അപ്പം രാജീവും അരുണും കൂടെ ചേർന്നിട്ടൊരു പ്ലാൻ ആസൂത്രണം ചെയ്യേണ്ട. വേറൊന്നുമല്ല, എന്ത് പ്രശ്നം വന്നിരുന്നാലും നിധിയുടെ റൂമിൽ ഇവനെ കയറ്റുകയും ചെയ്ത് ഇവരെ ഒരുമിച്ച് കിടത്തുകയും ചെയ്യരുതെന്നുള്ള വാശിയായിരുന്നു. പക്ഷേ ഇവരെ ഈ പ്ലാനിങ് സുധീഷ് മാറിയെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സുധീഷ് വേറെ ഒന്നും ചെയ്തില്ല. സുധീഷ് നേരെ ചെന്നിട്ട് നിധിയൊക്കെ പറഞ്ഞ് നോക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നു, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നിധിയൊക്കെ നിന്ന സമയത്ത് രാജീവൊക്കെ നിൽക്കുകയാണ്. അതെ നിധി, എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം വരാം, ഉറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്, ഞാൻ എന്നാൽ പോയി കിടന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞു, എൻ്റെ റൂം അറിയില്ലേ സുധീഷ്? അറിയാം, ഞാൻ റൂം കണ്ടായിരുന്നു. സുധീഷിന് സത്യം പറഞ്ഞാൽ വേറൊന്നുമല്ല, നിധിയുടെ കൂടെ അത്രയും വലിയ റൂമിൽ നിധിയുടെ ഒപ്പം ആദ്യമായിട്ട് കിടക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. സുധീഷിന് ഇങ്ങനെ ഒരു സന്തോഷമില്ല. അപ്പോൾ നിധി പറഞ്ഞു, അതെ സുധീഷ്, ഞാൻ ബെഡ്ഷീറ്റൊക്കെ വേണമെങ്കിൽ മാറ്റിത്തരാം. വേണ്ട അതൊക്കെ കുഴപ്പമില്ല, അത് മതി. നിധി ഒരു കാര്യം ചെയ്തോളൂ, അച്ഛനെയൊക്കെ അമ്മയൊക്കെ കണ്ട് ആദ്യത്തെ ദിവസമല്ലേ, നിങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുക, ഞാൻ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നേ കൂട്ടി നമ്മൾ ഈ മുൻകൂർ എറിയുമെന്ന് പറഞ്ഞ് കേൾക്കാറില്ലേ, ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അങ്ങനെ അത് രാജീവിനും അരുണിനും ഒന്നും അങ്ങോട്ടും മിണ്ടാൻ പറ്റാത്ത സിറ്റുവേഷന് അവർ വേറെ പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്ത് സുധീഷിനെ അവിടെ കിടത്താണ്ടിരിക്കാൻ നോക്കിയപ്പോൾ സുധീഷ് മുന്നേറങ്ങ് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി കേട്ടോ. അങ്ങനെ അവർ നേരെ ഇവർ സംസാരിക്കുന്ന സമയത്ത് സുധീഷ് നേരെ നിധിയുടെ ബെഡ്റൂമിലോട്ടൊക്കെ ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് സുധീഷ് നോക്കുമ്പോൾ ഭയങ്കര വലിയ ബെഡ്റൂമാണ്. തൻ്റെ വീടൊക്കെ അതിൻ്റെ ഒരംശം പോലും ഇല്ല. ബെഡ്റൂമിൻ്റെ മണമാണെങ്കിലോ അതിട്ട് പറയാനുമില്ല. സുധീഷിന് മനസ്സിനൊരു സന്തോഷവും കുളിർമയൊക്കെ അങ്ങായി. എൻ്റെ സുഖമായിട്ട് അവിടെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ നിധി വന്നിട്ട് പറഞ്ഞു, സുധീഷേ എങ്ങനെയുണ്ട്, എൻ്റെ റൂമൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചു. എടോ, ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥയും തൻ്റെ വീടിൻ്റെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സങ്കടമാവാന്നൊക്കെ നിധിയുടെ അടുത്ത് സുധീഷ് പറഞ്ഞു. അതൊന്നും സാരമില്ല, അതെ ഞാനിവിടെ താഴെ കിടന്നോളാം, താൻ കട്ടിലിൽ കിടന്നോന്ന് പറയും. അപ്പോൾ പറയില്ല, ഞാൻ താഴെ കിടന്നോളാം സുധീഷ്. വേണ്ട താൻ അവിടെ കിടന്നു. അങ്ങനെ താഴെ ഒരു ബെഡൊക്കെ ഇട്ട് അവർ സുധീഷ് താഴെയും നിധി മേളിലുമായിട്ട് അവർ കുറേ നേരം അവരേതായിട്ടുള്ള പല പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ സമയം നമ്മുടെ രാജീവിനും അരുണിനും ആകെ ടെൻഷനാണ്. കാര്യം വെച്ചാൽ ഈ വൃത്തികെട്ടവനെ പിടിച്ച് വീട്ടിനകത്ത് കയറ്റേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ ദേ നിധിയുടെ റൂമിലും കിടക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ ഒരു ഉറക്കമില്ലായ്മയായിരുന്നു കേട്ടോ രാജീവിനും അരുണിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരാനിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഒന്ന് ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന്. കാരണം പണ്ടത്തെ കണക്കല്ല, നിധിക്ക് ഇപ്പോൾ സുധീഷിനെ കുറേ കൂടെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നിധിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയും പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. നമ്മുടെ രാജീവിൻ്റെ പുതിയ പദ്ധതികൾ അരുണും രാജീവും പ്ലാൻ ചെയ്യുമ്പോൾ അതൊക്കെ മറികടന്ന് നമ്മുടെ സുധീഷ് ഇങ്ങെത്തും. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഗൈസ്, എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് വെച്ചിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്യണം കേട്ടോ. എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബൈ.